സാംസങ്ങിൻ്റെ ഏറ്റവും ന്യൂ ഈവൻറ്റിൽ അവരുടെ ഏറ്റവും പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ലൈനപ്സായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ് സാംസങ്ങിൻ്റെ Z ഫോൾഡ് ആൻഡ് Z ഫ്ലിപ്പ് 6 വേരിയൻറ്റ് മൊബൈൽസ്. 6ഉം 5ഉം തമ്മിൽ കമ്പാരിറ്റീവ് വരുമ്പോഴത്തേക്കും വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേജർ ചേഞ്ചസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലുക്ക് വൈസ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഹിഞ്ചസ് ആണ്. ഇതിൻ്റെ ഹിഞ്ചസ് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ഹിഞ്ചസ്, ഇതിൻ്റെ റീഡിസൈൻഡ് ഹിഞ്ചസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഫോണിൽ ഏതൊരു പൊസിഷനിൽ വെച്ചാലും ആ ഫോണിനെ താങ്ങി നിർത്താൻ കപ്പാസിറ്റി ഉള്ള റീഡിസൈൻഡ് ആയിട്ടുള്ള ഹിഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും മെയിൻ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ഒരു പൊടിക്ക് വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വെയിറ്റിൽ നല്ല കാര്യമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീലിൽ കുറച്ചുകൂടി ഒരു കയ്യിൽ ഒതുങ്ങിയ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഈ ഒരു കളേഴ്സിൽ വരുമ്പോഴേക്കും കണ്ടോ, ഇതിലൊരു ഡ്യുവൽ കളർ ടോൺ പോലെ നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഫിനിഷാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാം കുറച്ചുകൂടി ഒരു മനോഹരമായിട്ടുള്ളൊരു ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 50 MB വൈഡ് ആംഗിൾ, അതുപോലെ തന്നെ 12 MB അൾട്രാ വൈഡും പിന്നെ 10 MB ഒരു ടെലിസ്കോപ്പിക് വരുന്നുണ്ട്. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് പ്ലസ് ഒരു LED ഫ്ലാഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് സെൽഫി ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ അത്രത്തോളം യൂസബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിതിൻ്റെ ബാക്ക് ക്യാമറ വെച്ച് തന്നെ നമുക്കിങ്ങനെ ബാക്ക് ക്യാമറ വെച്ച് തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്കൊരു ഈ ഒരു ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ AI ഫീച്ചേഴ്സ് നമ്മൾ S24 അൾട്രയിലൊക്കെ കാണുന്ന പോലെ തന്നെ AI ഫീച്ചേഴ്സിൻ്റെ ഒരു ഈവൻ ക്യാമറയിൽ സിസ്റ്റത്തിൽ തന്നെ സെറ്റപ്പിൽ തന്നെയാണെന്നുണ്ടെങ്കിലും AI ഫീച്ചേഴ്സിലാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൂം ചെയ്യുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് ഈ AI ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഫസ്റ്റ് ലുക്കിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഈ ആപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഒഴുകി നടക്കുന്ന അത്രയും ഫീൽ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ പെർഫോമൻസ് നമുക്ക് ഈ ഒരു Z ഫോൾഡ് 6ൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ക്രീസസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ Z ഫോൾഡ് 5നെ അപേക്ഷിച്ച് കുറച്ചൊരു പൊടിക്ക് ക്രീസസ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. സൂപ്പർ AMOLED 2Xൻ്റെ ഒരു മെയിൻ സ്ക്രീൻ സെയിം അതുതന്നെ നമുക്കിവിടെ സബ് സ്ക്രീനും അങ്ങനെ തന്നെയാണ്, സബ് ഡിസ്പ്ലേയും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ പുതിയ കുറേ AI ഫീച്ചേഴ്സാണ് മെയിൻലി ഇതിൽ സെല്ലിംഗ് പോയിൻറ്റ്സ് ആയിട്ട് ഇവർ പറയുന്നത്. സർക്കിൾ ചെയ്ത് മറ്റേ വട്ടം വരച്ചുള്ള സെർച്ച് ചെയ്യാനുള്ള പരിപാടി, ലൈവ് ട്രാൻസ്ലേഷൻ, പാരഗ്രാഫൊക്കെ എഴുതിയിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്യത്തില്ല, ടെക്സ്റ്റ് സമ്മറൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നോർമലി AI ഫീച്ചേഴ്സിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് പ്രിറ്റി ഗുഡ്, നല്ലൊരു രസമുണ്ട്. ഇതിൽ നേവി ബ്ലൂ, പിങ്ക് ആൻഡ് ഗ്രേ ഇങ്ങനെ 3 കളർ വേരിയൻ്റ് ആണ് ഫോൾഡ് 6ൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് Z ഫ്ലിപ്പിൻ്റെ മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് Z ഫ്ലിപ്പ് 6 വരുന്നത്. ആസ് യൂഷ്വൽ ഇതിൽ ഒരു സബ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ക്യാമറ സെറ്റപ്പാണ്. അതായത് ഒരു 50 MB പ്ലസ് 12 MB 2 ക്യാമറ സെറ്റപ്പ് ഫ്ലാഷ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സി ലുക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്ലസ് Z ഫോൾഡ് 6ൽ കണ്ടുപോലെ തന്നെ ഒരു ഹിഞ്ച്, ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ഹിഞ്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതിൽ ഏത് ഡയറക്റ്റിൽ വെച്ചാലും അത് അനങ്ങാണ്ടങ്ങനെ നിന്നോളും. മേജർ ചേഞ്ച് വരുന്നത് ഇതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് കൊടുത്തിരിക്കുന്നത്. 5-ലാകുമ്പോഴേക്കും 8 Gen 2 ആയിരുന്നു. ബട്ട് ഇതിൽ വരുമ്പോഴത്തേക്കും 8 Gen 3ലേക്ക് വരുന്നുണ്ട്. നമ്മുടെ Z ഫോൾഡ് വരുമ്പോഴേക്കും സെയിം തന്നെ 8 Gen 3 ആയിരുന്നു കഴിഞ്ഞ വേർഷനാണത്. അത് തന്നെയാണ് വരുന്നത്. ഒരു മേജർ ഒരു ലുക്ക് വൈസ് ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇൻബിൽറ്റ് വരുന്ന എല്ലാ പെർഫോമൻസും ഓൾമോസ്റ്റ് സെയിം ഒക്കെയാണ്. ഇതിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 8 Gen 3ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് Z ഫ്ലിപ്പ് 6ൽ നമുക്ക് കിട്ടും. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു AI സപ്പോർട്ട് ഇതിൽ സാംസങ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മേജർ ഒരു അപ്ഡേറ്റ്സ് വരുന്നത്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഒരു നേവി ബ്ലൂ ആണ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ 2 കളർ ഓപ്ഷൻസ്, ഒരു ബ്ലാക്ക്, ഒരു സിൽവർ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ Z ഫോൾഡ് 6ൽ ശ്രദ്ധിച്ച പോലെ തന്നെ ഇതിൽ ക്രീസ് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും ക്രീസ് ഇതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെയിറ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. Z ഫോൾഡ് 6ഉം Z ഫ്ലിപ്പ് 6ലും കുറച്ചുകൂടി ഇതിലൊരു ബോക്സി ലുക്കും മറ്റേതിലൊക്കെ ഒരു കുറച്ചുകൂടി സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് സാംസങ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പിൽ ന്യൂ അനൗൺസ്മെൻ്റ് ആണ് സാംസങ് ബഡ് 3 Pro. എൻറ്റയർ ലുക്ക്, ആ ബോക്സിൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ എൻറ്റയർ ലുക്ക് തന്നെ സാംസങ് മാറ്റിയിട്ടുണ്ട്. മെറ്റാലിക് ഫിനിഷോട് കൂടിയ ഒരു കേസ്, ഇതിൻ്റെ സിൽവറും വൈറ്റും 2 കളറാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ മെയിനിലായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അതിൻ്റെ ലുക്ക് വൈസ് പ്രീവിയസ് ജനറേഷനായിട്ടുള്ള ബഡ്സ് 2 Proയുടെ ഈ ഒരു ഷേപ്പിൽ നിന്നും
ഈ ഒരു ഷേപ്പിലേക്കുള്ള ഒരു അപ്ഗ്രേഡിംഗ് ആണ് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. എയർപോർട്ടിനൊക്കെ കാണുന്ന പോലെ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലൊരു കുറച്ചുകൂടി ഒരു 3D കട്ട് പോലെയുള്ള ഒരു ഡിസൈൻ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലും ലുക്കാണ് ഒരു ബഡ്സ് 3 പ്രോയിലേക്ക് വരുമ്പോഴത്തേക്കും കാണുന്നത്. നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ഒരു പക്ക കംഫർട്ടബിളായിട്ട് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ 24 ബിറ്റിൽ വരുന്ന ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ബഡ്സ് 3 പ്രോയിൽ വരുന്നത്. മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു നോർമൽ വെയിറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. കസ്റ്റമർ ബെനിഫിറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പ്രീ ഓർഡർ കസ്റ്റമേഴ്സിന് 15,000 രൂപയുടെ ഒരു അപ്ഗ്രേഡ് ബോണസ് എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിൻ്റെ ഒരു ഓഫർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HDFCയുടെ ഒരു 8,000 ക്യാഷ് ബാക്ക് ഓഫർ കൂടി ഇപ്പോൾ സാംസങ് അനൗൺസ്. സോ ഞാൻ ഇപ്പോൾ ഉള്ള ഫോറം മാളിൽ, അതായത് കൊച്ചിയിലെ ഫോറം മാളിലുള്ള സാംസങ്ങിൻ്റെ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള സാംസങ് സ്മാർട്ട് കഫേയിലാണ്. സോ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിലും പർച്ചേസിംഗ് വേണ്ടിയുള്ള എൻക്വയറീസ്, ഓഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ബൈ ബൈ.